ആർക്കേഡിൻ്റെ ലാബ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിളാണ് ചെയ്യാൻ പോകുന്നത്. മുഴുവനായി ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്തി ആവും. അപ്പോൾ അതിലൊരു സാമ്പിൾ മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഗൂഗിൾ ആർക്കേഡിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ആദ്യം അതാണ് കൊടുത്തുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനൊരു ഇത് വരും. അപ്പോൾ ഇതാണ് ഗൂഗിൾ ക്ലൗഡ് ആർക്കേഡിൻ്റെ ഹോം പേജ്. അതിൽ നമ്മളിപ്പോൾ ഇമെയിൽ വെച്ചിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഒരു ഇമെയിൽ വെച്ചിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇമെയിൽ ടൈപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മെയിലിലേക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ്റെ ഒരു ലിങ്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് മെയിൽ തുറക്കാം. ജിമെയിൽ തുറന്നിട്ട് അതിൽ വന്നിട്ടില്ല, റീഫ്രഷ് ചെയ്ത് നോക്കാം. ഈ മെയിൽ വന്നിട്ടുണ്ട്. ക്വിക്സ് ലാബ് ടീംസിന് ഒരു മെയിൽ വന്നിട്ടുണ്ട്. ഗെയിമിംഗ് ഓൺ പ്ലെയിനോ ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ നേരത്തെ തുറന്ന പോലത്തെ ഒരു പേജിലേക്ക് തന്നെ പോകും. അതായത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നാണ് അത് മെയിൽ അയച്ചത്. നമ്മൾ നേരത്തെ തുറന്ന പോലെ തന്നെ ഇതിൽ സബ്സ്ക്രൈബായി. ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് ഒരുപാട് സാധനങ്ങൾ ചെയ്ത് തീർക്കാണ്ട് ലെവൽ 1, ലെവൽ 2, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 പിന്നെ അതുപോലെ കുറേ ഇത് ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ അതുപോലെ ട്രിവിയൽ 1, വീക്ക് 1, വീക്ക് 2, വീക്ക് 3, വീക്ക് 4 ആക്റ്റീവ് ആയിട്ടില്ല. വീക്ക് 4 വരുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ആക്സസ് കോഡുകളും അവിടെ തന്നെ ഉണ്ട്. പിന്നെ അതിൻ്റെ പാർട്ടിസിപ്പേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ താഴെ തന്നെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ പോയിന്റുകളാണ് പറയുന്നത്. ലെവൽ 1 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ്, ഒരു ഗെയിം ബാഡ്ജ് കിട്ടും. ഒരു ഗെയിം ബാഡ്ജ് പറഞ്ഞാൽ ഒരു പോയിൻ്റാണ്. ഒരു സ്കിൽ 2 സ്കിൽ ബാഡ്ജ് കൂടിയതാണ് ഒരു 1 പോയിന്റ്. അങ്ങനെയൊക്കെ അതിൻ്റെ പോയിന്റ് സിസ്റ്റം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ തൽക്കാലം ലെവൽ 1 ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ആക്സസ് കോഡ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തെടുക്കുക. അത് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ആക്സസ് കോഡ് അതിൻ്റെ പുറത്ത് തന്നെ ഉണ്ടാവും. എന്നിട്ട് അത് സ്റ്റാർട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യാം. നമുക്ക് അതിന് ആവശ്യമില്ല. ഇവിടെ ഉണ്ടാവും. അപ്പോൾ താഴത്തുണ്ടാവും ഇവിടെ സൈൻ ഇൻ ടു ജോയിൻ ദ ഗെയിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ ഇതൊക്കെ ചെയ്ത് തീർക്കേണ്ടത്. ഇതിൽ ഇവിടെ ഇത് ഇങ്ങനെ ഇവിടെ ഈ റിക്വയർഡ് എന്ന് കാണിക്കാത്തതൊന്നും നമുക്ക് ചെയ്യൽ നിർബന്ധമില്ല. അപ്പോൾ അതില്ലാത്തത് ചെയ്യേണ്ടതാണ്. നമ്മളെ ബാഡ്ജിനെ ബാധിക്കില്ല, അതായത് പോയിന്റ് കിട്ടുന്നതിനെ ബാധിക്കില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം സൈൻ ഇൻ ടു ജോയിൻ ദ ഗെയിം കൊടുക്കാം. നമ്മളിത് നേരത്തെ കൊടുത്ത മെയിൽ അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത മെയിൽ അക്കൗണ്ട് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. കണ്ടിന്യൂ കൊടുക്കാം. ക്യാപ്ച വെരിഫൈ ചെയ്യാം. എന്നിട്ട് ജോയിൻ ദ ഗെയിം കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള ആക്സസ് കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക, ജോയിൻ ചെയ്യാം. പുതിയ പ്രൊഫൈൽ ഉണ്ടാക്കാനൊക്കെ പറയുന്നത്, പുതിയ പേര് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പേര് മാറ്റാം. തൽക്കാലം ഇവിടെ പേര് മാറ്റാം. ഒരു എക്സാമ്പിൾ പേര് കൊടുത്താൽ മതി. അതെവിടെയും ഇവിടെ പേര് കാണിക്കുള്ളൂ, വേറെ എവിടെയും കാണിക്കൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ പേര് കൊടുത്ത്, ഇതൊക്കെ നേരത്തെ കളിച്ച ആൾക്കാരെ പോയിൻ്റാണ്. നമ്മളെ പോയിൻ്റ് 0 ആയി കിടക്കാനുണ്ടാവും. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിക്വയർഡ് എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്യൽ നിർബന്ധമുള്ളൂ. അല്ലാത്ത ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോയിന്റിനെ ബാധിക്കൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഞാനൊരു സ്റ്റാർട്ടിങ് കാണിച്ചില്ല. ഒന്നാമത്തത് സ്കിപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് അത് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങ് ഫുള്ള് അണ്ടർസ്റ്റാൻഡ് കൊടുത്തിട്ട് ഫുള്ള് സബ്മിറ്റ് കൊടുത്താൽ മതി. പിന്നെ ഇതിലെന്താ വെച്ചാൽ 5 മിനിറ്റ് നമ്മളിതിൽ വെയിറ്റ് ചെയ്യണം. 5 മിനിറ്റ് ഈ ഒരു ലാബിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്.
അണ്ടർസ്റ്റുഡ് സബ്മിറ്റ് ഐ അണ്ടർസ്റ്റുഡ് അല്ല അണ്ടർസ്റ്റാൻഡ് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ആ ഗെയിമിനെ കുറിച്ചുള്ളൊരു അറിവ് നേടിയെടുക്കുക എന്നുള്ളതാണ് വലിയ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഈ ഒരു ലാബ് കൊണ്ട് പോലും ഉദ്ദേശിച്ചത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് യു നീഡ് ടു സ്പെൻഡ് എ മിനിമം ഓഫ് 5 minutes ഇൻ ദിസ് ക്വിസ്. അത് ഈ ക്വിസ് ഈ ലാബിൽ കംപ്ലീറ്റ് ആണെന്ന് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 5 മിനിറ്റെങ്കിലും ഇതിൽ ഉണ്ടാക്കണം. എന്തൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ ലാബ് കൊടുക്കാം. അതായത് 5 മിനിറ്റ് ഇതിൽ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് എൻ്റെ ലാബ് കൊടുക്കാം. എൻ്റെ ലാബ് നമ്മൾ റേറ്റ് ചെയ്യണമെന്ന് ചോദിക്കണത് വേണ്ട. ബാക്ക് അടിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം. നമ്മൾ താഴത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടു കംപ്ലീറ്റ് എന്ന് എഴുതി കാണിക്കണം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിക്വയർഡ് ആയിട്ടുള്ളത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ വേറെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വേറെ ചെയ്ത് നോക്കാം. നമുക്ക് ഒന്നാമത്തെ തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ഇതുപോലെ ആക്സസ് കോഡ് കോപ്പി ചെയ്യാം, ഇതെടുക്കാം, എന്നിട്ട് എൻ്റർ എണ്ണ കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ജോയിൻ ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റിക്വയർഡ് ആയിട്ടുള്ള മാത്രം ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ജോയിൻ സ്കീം കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ കോപ്പി ചെയ്തിട്ടുള്ള ആക്സസ് കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ജോയിൻ കൊടുക്കുക. ഇപ്പോൾ നമ്മളതിലേക്ക് എൻ്ററായി. ഇപ്പോൾ നമ്മൾ 0.0 നേരത്തെ ചെയ്തുള്ളത് വേറെയാണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ള റിക്വയർഡ് ആയിട്ടുള്ളത് മാത്രമേ ചെയ്താൽ മതി. ഇപ്പം ഒന്നാമത്തെ ചെയ്ത് നോക്കാം. നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അതിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരും. ഇതിപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ ഒരു ഈസി മെത്തേഡാണ്. ചെയ്യേണ്ടത് ഇങ്ങനെയല്ല, പക്ഷേ ഈസി മെത്തേഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈസി മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കേണ്ടിയുള്ള ഇതിലൊക്കെ കുറേ സോണ് സെറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ ലൊക്കേഷൻ റെഡിയാക്കാനും അതുപോലെ ഇതിൽ പറയണത് ഫുള്ള് നമ്മൾ ചെയ്താൽ മതി. ഇതിൽ എങ്ങനെ ചെയ്യേണ്ടതുള്ള ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി സിമ്പിളായിട്ട് രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യുന്ന രീതി പറഞ്ഞത്. ഇത് ജസ്റ്റ് അത് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള ട്യൂട്ടോറിയൽസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു ക്വിക്സ് GCP ലാബിൻ്റെ ഒരു ചാനലിലുള്ളതായിരുന്നു. അത്യാവശ്യം നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഏതാണോ ചെയ്യണത് അതിൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതിൻ്റെ GitHub, അത് എന്താണ് കോഡ് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കോഡ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള GitHub പേജിലേക്ക് പോകും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കിയാൽ തന്നെ മനസ്സിലായി എന്താണ് ചെയ്യാനുള്ളത്. അത് വീഡിയോ ചെക്ക് ചെയ്തൊക്കെ മനസ്സിലായി എന്താ എവിടെ ചെയ്യേണ്ടത്, അതുപോലെ സോണും ലൊക്കേഷനും എവിടെയൊക്കെ ഉണ്ടാവുക, റീജിയണൊക്കെ എവിടെ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഇവിടെയുള്ള സ്റ്റാർട്ട് ലാബ് കൊടുക്കാം. ഇവിടെ യൂസർ നെയിമും പാസ്വേഡൊക്കെ വന്നിട്ടുണ്ടാവും. എന്ത് ചെയ്യുക, ഓപ്പൺ ഗൂഗിൾ ക്ലൗഡ് കൺസോൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ മെയിൽ ഓട്ടോമാറ്റിക് അവിടെ ടൈപ്പ് ആയി വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഓല് തന്നുള്ള പാസ്വേഡ് നേരത്തെ കോപ്പി ചെയ്തുള്ള പാസ്വേഡ് അവിടെ പേസ്റ്റ് ചെയ്യുക. പാസ്വേഡ് കൊടുക്കാം. ടേംസ് ആൻഡ് സർവീസ് അഗ്രി ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് റൈറ്റ് കോർണറിലുള്ള ആ ക്ലൗഡ് ഷെല്ല് ആക്ടിവേറ്റ് ചെയ്യാം. അതായത് ഷെല്ല് ഓപ്പൺ ചെയ്യുക. അത് ടെർമിനൽ വിൻഡോ ആയിരിക്കും. അതുപോലെ ടെർമിനൽ വിൻഡോ പോലുള്ളൊരു ഇതായിരിക്കും. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. എക്സ്പാൻഡ് ചെയ്ത് ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഗിറ്റ്ഹബിലുള്ള ആ കോഡ് ഫുള്ള് കോപ്പി ചെയ്യുക. അതുപോലെ ഫുള്ള് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓതറൈസേഷൻ കൊടുക്കാം. ഓട്ടോമാറ്റിക് ഓതറൈസ്ഡ് ആവും. ഓരോ ലാബിൻ്റെ പർപ്പസ് അനുസരിച്ചും അവർ ചെയ്യുന്ന വർക്ക് അനുസരിച്ചിട്ടും ഇത് ഈ ഷെല്ല് വർക്ക് ഫുൾ കംപ്ലീറ്റ് ലാബിന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം വേരി ചെയ്തുകൊണ്ടിരിക്കും. ചിലത് തീരും, ചിലത് കുറേ ടൈം എടുക്കും.
എക്സാമ്പിൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ജസ്റ്റ് ഗൂഗിളിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇത് കിട്ടും. ഇവിടെ കണ്ടോ, കൺഗ്രാജുലേഷൻ ഫോർ കംപ്ലീറ്റിംഗ് ദ ലാബ്. പിന്നെ നമുക്ക് ഇതിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാം. ചെക്ക് മൈ പ്രോഗ്രസ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ അവിടെ ടിക്ക് വരില്ല. ഈ ചെക്ക് മൈ പ്രോഗ്രസ് കൊടുത്തു കഴിഞ്ഞാലുള്ളൂ നമ്മളെ ലാബ് കംപ്ലീറ്റ് ആവുള്ളൂ. ഫുള്ള് അതുപോലെയുള്ള കാണിക്കുന്ന എല്ലാ ചെക്ക് മൈ കംപ്ലീറ്റ് ആണോ എന്നുള്ളത് ഫുള്ള് ചെക്ക് ചെയ്യുക. അവസാനം വരെ നോക്കുക, എവിടെയെങ്കിലും ചെക്ക് മൈ പ്രോഗ്രസ് കിടക്കുന്നുണ്ടോ എന്നുള്ളത് ഫുള്ള് നോക്കിയിട്ട് അവസാനം കൺഗ്രാജുലേഷൻ ഒരു ടാബിൻ്റെ അവിടെ വരെ നോക്കാം. ഓക്കെ, അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവസാനം മാത്രം എന്ത് ചെയ്യുക, എൻ്റെ ലാബ് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാം കൺഗ്രാജുലേഷൻ ഫുള്ള് കഴിഞ്ഞു. ഇനി എൻ്റെ ലാബ് കൊടുക്കുക, എൻ്റെ ലാബ് കൊടുക്കുക. ബേക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. റിക്വയർഡ് ആയിട്ടുള്ള ഈ സൈഡിൽ പച്ച ടിക്ക് വന്ന്, അപ്പോൾ ഈ ഗ്രീൻ ടിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാബ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ എല്ലാം ചെയ്യാം. ഓക്കെ, പിന്നെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹോം ടാബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ടിലുള്ളതാണ് ഇത്. ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്താലുണ്ട് ഇത് ഫുൾ ഇങ്ങനെ കാണിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെൻഡിങ്ങിൽ കാണിക്കും അവിടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ, എല്ലാം ഇതുപോലെ തന്നെ ചെയ്യാം.